1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങൾ ഒരിക്കലും മറക്കരുത്. എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഞാൻ കുട്ടികളുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുമക്കൾക്കെല്ലാം ഒരു കാര്യം പറയാം. നിങ്ങളുടെ സ്റ്റഡി റൂമില് ഭിത്തിയില് ഇത് എഴുതി ഒട്ടിച്ചു വെക്കണം. എന്ത്? യാബസിന്റെ പ്രാർത്ഥന. എന്നിട്ട് എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുമ്പ് ഇത് ചൊല്ലണം. ഒറ്റ തവണ ചൊല്ല്. കർത്താവേ, എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്റെ കൂടെ ഇരിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണം. ഇത് പ്രാർത്ഥിക്കും. നിങ്ങൾ മുതിർന്ന ആളുകൾ, നിങ്ങൾ പോകുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അതെവിടെയെങ്കിലും കാണാവുന്ന രീതിയിൽ ഇതൊന്ന് എഴുതി വെക്ക്. അതൊന്ന് പ്രാർത്ഥിക്കും, മറന്നു പോകാതിരിക്കും. മൊബൈലിൽ അതെടുത്ത് ഒരു സ്ക്രീൻഷോട്ടായിട്ട് എടുത്തിട്. അത് വാൾപേപ്പറായിട്ട് ഇട്. കുറച്ച് നാൾ അതൊന്ന് ഹൃദയത്തിൽ പതിയുന്നത് വരെ. എന്നിട്ട് ഓർക്കുമ്പോഴെല്ലാം ഇത് പ്രാർത്ഥിക്കുക. എന്തെന്നറിയാമോ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവമക്കള് ഒരു അനുഗ്രഹമായിട്ട് ഈ ലോകത്ത് ജീവിക്കേണ്ടവരാണ്.